ഹലോ, ഇന്ന് വർക്കുണ്ട് കേട്ടോ. വർക്ക് വരുന്നത് നമ്മുടെ തേവരയിലാട്ടോ വർക്ക് വരുന്നത്. അപ്പം 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഞാൻ രാവിലെ എണീറ്റ് പാറുവിനെ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ആക്കി വെച്ചു. അപ്പം അതൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇരുന്നിട്ട് സമയം 5 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം 5:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. 6 മണിയാകുമ്പോഴത്തേക്കും ആലുവയിൽ എത്തിയാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ റെഡി ആയിരുന്നപ്പോൾ ഞാൻ ഓർത്തെന്നാൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ കൊണ്ടുപോകണ എൻ്റെ ബാഗ്, എൻ്റെ പണിസാധനങ്ങളാണ് ഗൈസ് ഇത്. ഇതിനകത്ത് എൻ്റെ ക്രിമ്പറുണ്ട്, കേളറുണ്ട്, അയണറുണ്ട്, ഡ്രയറുണ്ട്, പിന്നെ അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അല്ലാതെ ഇല്ലാതെയൊക്കെ ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വെളുപ്പിന് ഒരു 5:30 ആയപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു വെട്ടമൊക്കെ വരണേ ഉള്ളൂ, നീ വണ്ടി ഒന്ന് നോക്കിട്ടോ, കാരണം ഇപ്പം എല്ലായിടത്തും തന്നെ വണ്ടിയുടെ ഉള്ളിൽ പാമ്പ് കയറണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് ചെറിയ പാമ്പ്, കുഞ്ഞു പാമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മ ഞാൻ ഫുള്ള് നോക്കിയിട്ടൊക്കെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പോണ വഴി അവളെ വിളിക്കാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി ഞാനിവിടെ എത്താറായിട്ട് നീ പോരേട്ടെ എന്നും പറഞ്ഞു പോരേന്ന് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ ഞാനവിടെ പോയി പോസ്റ്റ് ആവേ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു ആ നേരത്തൊക്കെ പോവാൻ. അങ്ങനെ ഞാൻ നമ്മുടെ ആലുവ മെട്രോ സ്റ്റേഷനിൽ വണ്ടി വെച്ച് പിന്നെ ഞാൻ നടക്കുവാണ് കേട്ടോ. വലിയ തിരക്കും കാര്യങ്ങളും സാധാരണ ഈ സ്ഥലത്തൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ ഈ നേരമായതുകൊണ്ടാണ് തിരക്ക് കുറവ് കേട്ടോ. പിന്നെ ഞാൻ ഭയങ്കര വെയിറ്റായിരുന്നു ബാഗിന്. അപ്പോൾ ഞാനത് താഴെ വെച്ചു. എന്നെ അവൾ പോസ്റ്റ് ആക്കില്ല, അപ്പോഴത്തേക്കും അവൾ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി നേരെ തേവര എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഫ്ലാറ്റ് ആദ്യം പറഞ്ഞത് ഇതായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 7:30 ചെല്ലാനാണ് ഞങ്ങളോട് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങളോട് തന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച് അവിടെ നടന്ന് ഞങ്ങൾ ഒരു കടയിൽ കയറി അപ്പം പീസ് കറിയും കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തൊരു മ്യൂസിയം ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഓപ്പണിംഗ് അല്ലായിരുന്നു, പുറത്ത് നിന്ന് വീഡിയോ എടുത്തു, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്ന് അതൊക്കെ കഴിച്ച് ചെന്നപ്പോഴത്തേക്ക് അവർ വന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി അവിടെ ചെന്ന് ആദ്യം ഞങ്ങളോട് പറഞ്ഞത് 11B എന്നാണ്. അവിടെ ചെന്ന് ഞങ്ങൾ ഒരു ഫ്ലാറ്റിൻ്റെ ഇതാണ് ഫ്ലാറ്റ് വരുന്നത്. അവിടെ വന്ന് ഞങ്ങൾ ബെല്ലടിച്ചു. ആ മണി ഒരു 5-6 പ്രാവശ്യം ഞങ്ങൾ അടിച്ചു. പക്ഷെ ആ വാതിൽ തുറന്നില്ല. എന്തോ ഭാഗ്യം, ഫ്ലാറ്റ് മാറിപ്പോയി. അങ്ങനെ വേറെ ഫ്ലാറ്റിൽ ചെന്നപ്പോഴും സംഭവം മാറിപ്പോയി. അവർ പറഞ്ഞതിൽ തമ്മിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് കറക്റ്റായ സ്ഥലത്ത് ഞങ്ങൾ എത്തി കേട്ടോ. അതിനും വലിയ രസം, ഞങ്ങൾ നമ്മുടെ ലിഫ്റ്റിലൊന്ന് കുടുങ്ങുകയും ചെയ്തു. ശരിക്കും പേടിച്ചു പോയി കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യുന്നതായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നമ്മുടെ ഋതുമന്ത്രയുടെ ഫ്ലാറ്റിലെത്തി. ഋതുമന്ത്ര നമ്മുടെ ബിഗ് ബോസ് ഫെയിമാണ്, പഴയ ബിഗ് ബോസിലുണ്ടായിരുന്നതാണ്. ഇതാണ് കക്ഷി. ആൾ അടിപൊളിയാട്ടോ, ഭയങ്കര പാവാട്ടോ ചേച്ചി. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ലേ, ആൾ ജാടയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ ഒന്നുമല്ല, ആൾ ഭയങ്കര പാവാണ്. പിന്നെ രസം, എന്നേക്കാൾ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ചേച്ചിയുടെ എനിക്ക് തോന്നുന്നു ഷോൾഡറിൻ്റെ അവിടെ പോലും ഇല്ല, അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ട്. പക്ഷെ ചേച്ചി നന്നായിട്ട് നമ്മളോട് നല്ല അടിപൊളിയായിട്ട് സോ മച്ച്. അങ്ങനെ ചേച്ചിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായി, അതിൻ്റെ മേക്കപ്പ് ആയിരുന്നു ഞാൻ ഹെയറും അഞ്ചിന മേക്കപ്പും ആയിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ വണ്ടി വച്ചെടുത്തുനിന്ന് എടുക്കണമല്ലോ. പാവം അല്ലെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ എന്ന് ഓർത്ത് ഞാൻ ചെന്നപ്പോൾ പാവത്തിന് സങ്കടപ്പെട്ടിരിക്കണം, അവൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെ വണ്ടി എടുത്ത് നേരെ പോകണ ഒരു കരിമ്പൻ ജ്യൂസ് കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ.